ഹായ്, ഐ എം അഡ്വക്കേറ്റ് ജോമോൾ അരുൺ. പോലീസ് ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ അവരുടെ വീഡിയോ എടുക്കാമോ? അതോ അത് നിയമവിരുദ്ധമാണോ? ഇന്ന് കേരളത്തിലും ഇന്ത്യയിലുമുള്ള നിയമം വ്യക്തമാക്കാം. സോ ടുഡേസ് our ടോപ്പിക് is can you film the police in Kerala? ഇന്ത്യയിൽ പോലീസുകാർ പൊതുസ്ഥലത്ത് ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ അവരുടെ വീഡിയോ എടുക്കുന്നത് വിലക്കുന്ന പ്രത്യേക നിയമമില്ല. എന്നാൽ ചിത്രീകരണം അവരുടെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലോ കോടതി വിലക്കുകൾ മാനിക്കാത്ത രീതിയിലോ സെക്യൂരിറ്റി സോൺസ് മറികടന്നുകൊണ്ടോ ആകുവാൻ പാടുള്ളതല്ല. വീഡിയോ എടുക്കുന്നത് എപ്പോഴും പൊതുസ്ഥലത്ത് നിന്നുകൊണ്ടാകുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഇതിൽ ചിത്രീകരണവും ഉൾപ്പെടുന്നുണ്ട്. സുപ്രീം കോടതിയുടെ വിധികളിലേക്ക് നോക്കുകയാണെങ്കിലോ ഒരു പബ്ലിക് സ്പേസിൽ പബ്ലിക് ഡ്യൂട്ടി ചെയ്യുന്ന ഒരു പബ്ലിക് ഒഫീഷ്യലിന് അവിടെ പ്രൈവസി ലഭിക്കും എന്നുള്ള പ്രതീക്ഷ വളരെ കുറവാണ്. ദേ ആർ ഹാവിംഗ് ലോവർ എക്സ്പെക്ടൻസി ദാറ്റ് ദേ വിൽ ഗെറ്റ് പ്രൈവസി. ഇനി നമുക്ക് കേരളത്തിലെ സാഹചര്യം നോക്കിയാലോ. കേരള പോലീസ് ആക്ട് 2011 പ്രകാരം ചിത്രീകരണ സ്വാതന്ത്ര്യത്തെ വിലക്കുന്ന വ്യവസ്ഥയില്ല. എന്നാൽ സെക്ഷൻ 118 ബിയിൽ നിങ്ങളൊരു പബ്ലിക് ന്യൂയിസൻസോ അവരുടെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തുന്നതായോ കണ്ടു കഴിഞ്ഞാൽ പോലീസിന് നടപടിയെടുക്കാം. Recent incidents in Kerala shows that police is trying to stop filming stating there is interference or security reasons. കേരള പോലീസ് ആക്ടിലെ തന്നെ സെക്ഷൻ 33 ക്ലോസ് 2 പ്രകാരം പൊതുജനങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും പോലീസ് നടപടികൾ ക്യാമറയിൽ ചിത്രീകരിക്കുവാൻ അവകാശമുണ്ട്. പോലീസ് ഇതിനെ തടയുവാൻ പാടുള്ളതല്ല. പൊതുസ്ഥലങ്ങളിലും സ്വകാര്യ സ്ഥലങ്ങളിലും പോലീസ് കൃത്യങ്ങൾ വീഡിയോ എടുക്കുന്നത് നിയമപരമാണ്. പോലീസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിക്കുകയോ വീഡിയോ ഡിലീറ്റ് ചെയ്യുവാനോ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ വളരെ വലിയൊരു ലീഗൽ ഗ്യാരണ്ടിയാണ് കേരളം നമുക്ക് നൽകുന്നത്. വെൻ ഇറ്റ് ക്യാൻ ബി ഇല്ലീഗൽ, എപ്പോഴെല്ലാം ഇത് നിയമവിരുദ്ധമാക്കും? വിക്ടിംസിനെയോ മൈനേഴ്സിനെയോ സെൻസിറ്റീവ് ഓപ്പറേഷൻസ് ലൈക്ക് ആൻറ്റി ടെറർ റെയ്ഡ്സ് ഇതൊക്കെ നടക്കുന്ന സമയത്ത് വീഡിയോ ചിത്രീകരിക്കുന്നത് ഇല്ലീഗലാകുന്നു. അതുപോലെ തന്നെ വിക്ടിംസിന്റെ വ്യക്തിഗത വിവരങ്ങൾ പബ്ലിഷ് ചെയ്യുകയാണെങ്കിലോ തെളിവില്ലാതെ ഒരാളെ അപകീർത്തിപ്പെടുത്തുവാനായി അവരുടെ വീഡിയോ പബ്ലിഷ് ചെയ്യുകയാണെങ്കിലോ ഭാരതീയ ന്യായ സംഹിതയെ ഇത് വയലേറ്റ് ചെയ്യുന്നു. ചിത്രീകരണ സ്വാതന്ത്ര്യം ഉപയോഗിക്കുമ്പോൾ സുരക്ഷിതരായിരിക്കുവാൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം. പോലീസ് നടപടികളെ ചിത്രീകരിക്കുമ്പോൾ ഒരു സുരക്ഷിത ദൂരത്തിൽ നിന്നുകൊണ്ട് മാത്രം ചിത്രീകരിക്കുവാനായി ശ്രദ്ധിക്കാം. ഫ്ലാഷ് ലൈറ്റ് ഇടാതെയും അവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താത്ത രീതിയിലും ചിത്രീകരിക്കുവാനായി ശ്രദ്ധിക്കാം. പൊതു താല്പര്യത്തിനായി വീഡിയോ എടുക്കുന്നതാണെന്ന് വ്യക്തമായി പറയാം. അതുപോലെ തന്നെ വഴക്കിടാതെയും അതായത് അനാവശ്യ ആർഗ്യുമെന്റ്സിൽ ഏർപ്പെടാതെയും ആയിരിക്കുവാനായി പ്രത്യേകം ശ്രദ്ധിക്കാം. വൈ ദിസ് മാറ്റേഴ്സ്? എന്താണ് ഇതിന്റെ പ്രാധാന്യം? പൊതുജന ചിത്രീകരണം അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പെറൻസിയും ഉറപ്പാക്കുന്നുണ്ട്. കേരളത്തിലെ പല സംഭവങ്ങളിലും ജനങ്ങളെടുത്ത വീഡിയോ പോലീസിന്റെ അമിത പ്രവർത്തനങ്ങളെ വെളിപ്പെടുത്തുന്നുമുണ്ട്. എന്നാൽ തെറ്റായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്വകാര്യതയുടെ ലംഘനവും നിയമപ്രശ്നങ്ങളുമായി വഴിയെ വരാവുന്നതാണ്. ഈ വീഡിയോയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ പോലീസുകാരെ ചിത്രീകരിക്കുന്നത് നിയമവിരുദ്ധമല്ല. പക്ഷേ എല്ലായ്പ്പോഴും ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറുവാനായി ശ്രദ്ധിക്കാം. ഓൾവേസ് റിമെമ്പർ ദാറ്റ് വൈൽ ഫിലിമിംഗ് ഇറ്റ്സെൽഫ് ഇസ് ലീഗൽ, ഇന്റർഫറൻസ് റിമെയിൻസ് അൺലോഫുൾ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പൂർണ്ണമായും പോലീസുകാരെ ചിത്രീകരിക്കുവാനായി ഗവൺമെന്റ് സമ്മതിക്കണമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തൂ. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഡു ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.